നമസ്കാരം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ നിയമ പോരാട്ടത്തിൽ ഒരു നിർണായക വഴിത്തിരിവ്. ഭീകരവാദത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഇ തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന് ലാഹോറിലെ വസതിയിൽ നേരിട്ട് കോർട്ട് സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. രാജ്യം വിട്ടുനിൽക്കുന്ന പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകരവാദികൾക്കെതിരെ പുതിയ നിയമ ചട്ടക്കൂടുകൾ ഉപയോഗിച്ച് ഇന്ത്യ നടത്തുന്ന ഈ ചരിത്രപരമായ നീക്കം എന്താണെന്ന് നമുക്ക് നോക്കാം. കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ദാരുണമായ ഭീകരാക്രമണ കേസിലാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പോൾ ചരിത്രപരമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. 2025 ഏപ്രിൽ 22 പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ നിരപരാധികളായ നിരവധി സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയും ഇന്ത്യക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനവും ലക്ഷ്യമിട്ടാണ് NIA ഹാഫിസ് സയ്യിദിനെതിരെ സപ്ലിമെന്ററി കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്ത്യക്കും അമേരിക്കയ്ക്കും പുറമെ ആഗോളതലത്തിൽ ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിലെ ലാഹോറിൽ സുരക്ഷിതനായി കഴിയുമ്പോഴും ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കരങ്ങൾ അവരിലേക്ക് നീളുകയാണ്. ഇതിന്റെ ഭാഗമായി ജമ്മുവിലെ പ്രത്യേക NIA കോടതി ഇതിനോടകം തന്നെ ഹാഫിസ് സയ്യിദിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ജമ്മു കോടതി പുറപ്പെടുവിച്ച ഈ സമൻസ് കേവലം കടലാസിൽ ഒതുങ്ങുന്നതല്ല എന്നതാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചാനലുകൾ വഴി ഈ കോടതി സമൻസ് പാകിസ്ഥാനിലെ ലാഹോറിലുള്ള ഹാഫിസ് സയ്യിദിന്റെ വസതിയിൽ നേരിട്ട് എത്തിക്കാനാണ് തീരുമാനം. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുന്ന ഈ രേഖകൾ സയ്യിദിന് നിയമപരമായ നോട്ടീസ് നൽകിക്കൊണ്ട് കോടതിക്ക് മുന്നിൽ ഹാജരാകാനുള്ള അവസാന അവസരമാണ് ഔദ്യോഗികമായി നൽകുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം അന്താരാഷ്ട്ര ഉത്തരവുകളും അക്കൗണ്ടബിലിറ്റിയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഭീകരവാദിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഈ ശക്തമായ നയതന്ത്ര നിയമ നീക്കം. എന്തുകൊണ്ടാണ് ഈ നീക്കം ചരിത്രപരമാകുന്നത്? ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമ ചട്ടക്കൂടായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഔദ്യോഗികമായി സമൻസ് നൽകിയിട്ടും ഹാഫിസ് സയ്യിദ് കോടതി നടപടികളിൽ നിന്ന് തുടർച്ചയായി ഒളിച്ചോടുകയാണെങ്കിൽ അത് നിയമപരമായ എല്ലാ ശ്രമങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് സഹായിക്കും. ഇത് പിന്നീട് പ്രതിയുടെ അസാന്നിധ്യത്തിൽ തന്നെ വിചാരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യൻ കോടതികൾക്ക് വഴിയൊരുക്കും. അതായത് ഹാഫിസ് സയ്യിദ് കോടതിയിൽ നേരിട്ട് ഹാജരായില്ലെങ്കിലും നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഇന്ത്യയിൽ കഴിയില്ല എന്നർത്ഥം. ഇന്ത്യൻ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കിയ ഭീകരവാദികൾക്ക് മാപ്പില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ നടപടി നൽകുന്നത്. പാകിസ്ഥാന്റെ ഒളിച്ചുകളികൾക്കിടയിലും ലഭ്യമായ എല്ലാ ആഗോള നിയമപരവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെയും ഈ സൂത്രധാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.